2005 പുറത്തിറങ്ങിയ ക്രിസ്ത്യാനോ ബോർട്ടോൺ സംവിധാനം ചെയ്ത ഒരു ഇറ്റാലിയൻ ബയോപിക് ഡ്രാമ ചിത്രമാണ് റെഡ് ലൈക്ക് ദ സ്കൈ. ഇറ്റാലിയൻ സിനിമയുടെ സൗണ്ട് എഡിറ്ററായ മിർക്കോ മൻകേച്ചിയുടെ ബാല്യകാല അനുഭവങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. 1970 കഥ തുടങ്ങുന്നത്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ പൊന്നോമനയായി നാട്ടിൻപുറത്തുള്ള നല്ല കൂട്ടുകാരോടെ കളിച്ച് രസിച്ച് അങ്ങനെ നല്ലൊരു ബാല്യകാലം അനുഭവിക്കുകയാണ് മിർക്കോ. ലളിതമായ ശമ്പളമുള്ള ജോലിയാണെങ്കിൽ പോലും അവൻ്റെ പിതാവ് മകൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തിരുന്നു. സിനിമ കാണലായിരുന്നു മിർക്കോയുടെ ഏക വിനോദം. ആ നാട്ടിൻപുറത്തെ തിയേറ്ററിൽ വരുന്ന നല്ല സിനിമകളെല്ലാം ആ പിതാവ് ആ മകനെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അതുകൊണ്ട് ആ നാളുകളിൽ തന്നെ സിനിമ മിർക്കോയുടെ ഹൃദയത്തിൽ ഒരിടം പിടിച്ചിരുന്നു. പക്ഷേ അവരുടെ ആ നല്ല നാളുകൾക്ക് കോട്ടം സംഭവിക്കാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല. ഒരു കുസൃതി തോന്നിയ നിമിഷത്തിൽ പിതാവിന്റെ റൈഫിൾ എടുക്കുന്നതിനിടെ അറിയാതെ കാൽ വഴുതി വീഴുന്നു. വെടിയുതിർന്നത് മിർക്കോയുടെ കണ്ണുകൾക്ക് നേരെയും. അങ്ങനെ അവന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവന്റെ മാതാപിതാക്കൾക്ക് മനസ്സില്ലാ മനസ്സോടെ ജനോവയിലുള്ള ബ്ലൈൻഡ് സ്കൂളിൽ അവനെ ചേർക്കേണ്ടി വരുന്നു. അങ്ങനെ തൻ്റെ മാതാപിതാക്കളെയും ജന്മനാടിനെയും കളിക്കൂട്ടുകാരെയും എല്ലാം പിരിയേണ്ടി വരുന്നു. അതവനെ മാനസികമായി തളർത്തുന്നു. ബ്ലൈൻഡ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അന്ധനും ഹൃദയകാഠിന്യമേറിയ ആളായിരുന്നതിനാലും അന്ധരായ കുട്ടികൾ വളർന്നു വരുന്നതിനോടൊപ്പം അവരെ നിയന്ത്രിതമായ കർക്കശ നിലപാടുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണമെന്നൊരു വ്യവസ്ഥിതി അദ്ദേഹം ആ കലാലയത്തിൽ നിലനിർത്തി പോന്നിരുന്നു. കുട്ടികളുടെ അഭിരുചികളെ വെടിഞ്ഞ് നിശ്ചയിക്കപ്പെട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ജോലികൾ മാത്രമേ ആ കുട്ടികളെ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു വശത്ത് കുട്ടികൾക്ക് ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്ന ഒരു ഗുണം ഉളവാകുന്നുണ്ടെങ്കിലും മറുവശത്ത് അന്ധത എന്ന കുറവുകൾ മറന്ന് എല്ലാ കുട്ടികളെയും പോലെ അഭിരുചികൾക്കനുസരിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള അവസരം ആ കലാലയത്തിൽ പാടെ ബഹിഷ്കരിച്ചിരുന്നു. ബ്ലൈൻഡ് സ്കൂളിൽ മിർക്കോയെ കൂടാതെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതിൽ വലേരിയോയും അവന്റെ കുറച്ച് കൂട്ടാളികളും വളരെ കുസൃതികളായിരുന്നു. അവരുടെ തനിനിറം മിർക്കോ വന്നപ്പോൾ തന്നെ അവന്റെ നേരെ അവരെടുക്കുന്നുണ്ട്. പക്ഷേ മിർക്കോ അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടന്നു. അവിടെ അവൻ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുന്നു. അവന്റെ പേരാണ് ഫെലീസ്. ഫെലീസ് ആ സ്കൂളിൽ നിന്ന ആ 3-4 വർഷത്തെ അനുഭവങ്ങൾ വെച്ച് ആ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, ജീവനക്കാർ തുടങ്ങി പരിസരങ്ങളെ കുറിച്ച് വരെ വ്യക്തമായിട്ടുള്ള ഒരു വാഗ്മയ ചിത്രം മിർക്കോയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ആ സ്കൂളിന്റെ കർഷിത ചിട്ടകളാൽ നിറഞ്ഞ അന്തരീക്ഷത്തോട് മിർക്കോയ്ക്ക് ഒട്ടും യോജിക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് രാത്രി സ്കൂളിന്റെ ഓഫീസിൽ നിന്നും മിർക്കോയ്ക്ക് ഒരു സൗണ്ട് റെക്കോർഡർ കിട്ടുന്നു. അവൻ ഒരിക്കലും വിചാരിച്ചില്ല ആ ഉപകരണം അവന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. പിറ്റേ ദിവസം മിർക്കോ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അവന്റെ ക്ലാസ് അധ്യാപകൻ ഡോൺ ഗുലേയോ വളരെ ദയാലുവും കുട്ടികളെ മാനസികമായി വളരെയധികം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല അധ്യാപകനായിരുന്നു. അങ്ങനെ ഋതുക്കളുടെ ക്ലാസ് അധ്യാപകൻ എടുക്കുന്നതിനിടെ മിർക്കോ വളരെയധികം അസ്വസ്ഥപ്പെടുന്നത് അധ്യാപകൻ ശ്രദ്ധിക്കാനിട വരുന്നു. അവന്റെ അവസ്ഥയെ മനസ്സിലാക്കി രഹസ്യമായി അവനോട് പറയുന്നു, കാഴ്ചയില്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കാനും ഗ്രഹിക്കാനും പറ്റും. അതിനാണ് ദൈവം നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡോൺ ഗുലേയിയുടെ വാക്കുകൾ മിർക്കോയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ പേരിന് മുമ്പ് ഡോൺ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് തുല്യമായാണ്. ആ സ്കൂളിൽ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഒഴിവു സമയങ്ങളുണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ അവർ ഗ്രൗണ്ടിൽ കളിക്കുകയും ഗാർഡനിൽ പോയിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മിർക്കോ തനിച്ച് ഗാർഡനിൽ പോയിരിക്കുന്നു. ഈ ഗാർഡന്റെ അരികുവശത്ത് തന്നെയാണ് ഈ സ്കൂളിലെ കാര്യസ്ഥയായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയുടെ ഭവനവും. കാര്യസ്ഥയ്ക്ക് ഒരു മകളുണ്ട്, പേര് ഫ്രാൻസിസ. മിർക്കോയുടെ അതേ പ്രായം തന്നെയാണ് ഫ്രാൻസിസയ്ക്ക്. അങ്ങനെ മിർക്കോ തനിച്ചിരിക്കുന്നത് ഫ്രാൻസിസ ശ്രദ്ധിക്കുകയും മിർക്കോയോട് അവൾ സംസാരിക്കുകയും ചെയ്യുന്നു. അവളുടെ കേടായി പോയ സൈക്കിള് മിർക്കോയുടെ കാഴ്ചയുണ്ടായിരുന്ന കാലത്തെ അനുഭവങ്ങൾ വെച്ച് അവൾക്ക് നന്നാക്കി കൊടുക്കുന്നു.
ഇതിനോടകം ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു. അങ്ങനെ ആരും കാണാതെ അവർ രണ്ടുപേരും ആ സൈക്കിളിൽ ആ പട്ടണം ചുറ്റാൻ ഇറങ്ങുന്നു. ഫ്രാൻസിസ് ആ പട്ടണത്തിലെ സിനിമാ തിയേറ്റർ മിർക്കോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മിർക്കോ അവൾക്ക് വാക്കു കൊടുക്കുന്നു, നമുക്കൊരു ദിവസം ഇവിടെ വന്നൊരു സിനിമ കാണാം. തിരിച്ച് സ്കൂളിലോട്ടുള്ള യാത്രക്കിടെ അവരൊരു പ്രക്ഷോഭ തിരക്കിനിടയിൽ പെട്ടുപോകുന്നു. അവിടെ വെച്ച് എത്തോറെ എന്ന അന്ധനായ ചെറുപ്പക്കാരൻ ഈ കുട്ടികളോട് സംസാരിക്കുകയും അവരെ ആ പ്രക്ഷോഭ തിരക്കിനിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്കൂളിലേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ യാത്രക്കിടെ എത്തോറയും മിർക്കോയും തമ്മിൽ ഒരു വലിയ ആത്മബന്ധം ഉണ്ടാവുന്നു. തിരിച്ചവരെ യാത്രയാക്കിയതിനു ശേഷം എത്തോറ ആ കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ മതി, ഞാൻ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മിർക്കോ ഫ്രാൻസിസായിക്ക് ഒരു വാക്ക് കൊടുക്കുന്നു, അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ നിനക്കായി ഒരു സമ്മാനം കരുതി വെച്ചിരിക്കുന്നതായിരിക്കും. അന്ന് മുതൽ മിർക്കോയുടെ അഭിരുചി എന്താണെന്ന് അവൻ മനസ്സിലാക്കുകയും അവൻ അതിനായി ശ്രമം തുടങ്ങുകയും ചെയ്യുന്നു. ഡോൺ ഗുലേയി അധ്യാപകന്റെ ഋതുക്കളുടെ ക്ലാസ് അവനെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഋതുക്കളുടെ ഭാവ വ്യത്യാസം വളരെ ക്രിയാത്മകമായ ശൈലിയിൽ അവൻ ശബ്ദ രൂപത്തിലാക്കിയെടുക്കുന്നു. Hai sentito? E cosa sarebbe? Il vento, no? Senti? അങ്ങനെ തൻ്റെ ആദ്യത്തെ കലാസൃഷ്ടി അവൻ അവൻ്റെ ഫ്രാൻസിസായിക്ക് സമർപ്പിക്കുന്നു. അവൾ അത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ആ ശബ്ദവിസ്മയം അവളെ അത്ഭുതപ്പെടുത്തുന്നു. അവളുടെ ഹൃദയത്തിൽ അനുരാഗത്തിൻ്റെ പൂ വിരിയുന്നു. അവൾക്ക് മിർക്കോയോട് ഒരേ സമയം പ്രണയവും അതോടൊപ്പം ആരാധനയും തോന്നി തുടങ്ങുന്നു. ഫ്രാൻസിസായിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മിർക്കോ തൻ്റെ ആ കലാസൃഷ്ടി ഡോൺ ഗുലേയിയെ കേൾപ്പിക്കുന്നു. ഡോൺ ഗുലേയി അത്ഭുത സ്തബ്ധനായി പോകുന്നു. അവൻ എന്തുമാത്രം പ്രകീർത്തിക്കപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കിയ ആ നല്ല അധ്യാപകൻ അത് ഹെഡ് മാസ്റ്ററെ കേൾപ്പിക്കുന്നു. പക്ഷേ ഹെഡ് മാസ്റ്റർ അത് വളരെ നിഷ്കരണം തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രതീക്ഷയുടെ മുൾമുനയിൽ നിന്ന ആ കുഞ്ഞു ഹൃദയം തകർന്നു പോകുന്നു. ഹെഡ് മാസ്റ്റർ തിരസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂളിലെ സൗണ്ട് റെക്കോർഡർ മോഷ്ടിച്ചു എന്ന അപവാദം അവനിൽ ചാർത്തുകയും ചെയ്യുന്നു. പക്ഷെ നല്ലവനായ ആ ക്ലാസ് അധ്യാപകൻ അവനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. അത് മാത്രമല്ല, അവനോട് പറയുന്നു, മിർക്കോ, മറ്റാരിലും കാണാത്ത ഒരുപാട് ഗുണങ്ങൾ നിനക്കുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഇങ്ങനെയുള്ള വാസനകൾ നീ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. നീ ഇതിനു വേണ്ടി ഇനിയും ശ്രമം തുടങ്ങണം. അതിനായി ആരും അറിയാതെ ആ നല്ല അധ്യാപകൻ അവനൊരു സൗണ്ട് റെക്കോർഡർ സമ്മാനമായി കൊടുക്കുന്നു. പിറ്റേ ദിവസം മുതൽ അവൻ അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ശ്രമം പൂർവാധികം ശക്തിയോടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഫ്രാൻസിസായുമായി അവൻ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ ഫ്രാൻസിസായോട് അവൻ ചോദിക്കുന്നു, നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികൾ ഇനിയും ഉണ്ടാക്കണം. നിനക്കൊരു നല്ല കഥ അറിയാമെങ്കിൽ നീ എന്നോട് പറയൂ, ഞാനത് ശബ്ദരൂപത്തിലാക്കിയെടുക്കാം. അങ്ങനെ അവൾ അവനോടൊരു കഥ പറയുന്നു. ഒരിടത്തൊരിടത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് 15 മക്കളുണ്ടായിരുന്നു.
പെട്ടെന്ന് രാജകുമാരിയുടെ ഭർത്താവായ രാജാവ് മരിച്ചു പോകുന്നു. രാജാവിന്റെ മരണശേഷം രാജകുമാരി ഈ 15 കുട്ടികളോടും പറയുന്നു, നിങ്ങൾ ആരും എന്റെ മക്കളല്ല, ഇപ്പോൾ തന്നെ ഈ കൊട്ടാരത്തിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെ ആ 15 കുട്ടികൾ ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. നടക്കും തോറും കാടിന്റെ ദൂരം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ വലിയൊരു കോട്ടയുടെ മുന്നിലെത്തി. ആ കോട്ടയുടെ മുകളിൽ ഭീമാകാരമായിട്ടുള്ളൊരു വാതിലുണ്ടായിരുന്നു. അങ്ങനെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് ആ കുട്ടികൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു വ്യാളി അവരെ പിടിക്കാൻ വന്നു. അങ്ങനെ ആ 15 കുട്ടികൾ അവരുടെ ആത്മധൈര്യവും മനക്കരുത്തും ഉപയോഗിച്ച് വ്യാളിയോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നു. ഇങ്ങനെ ഫ്രാൻസിസ് ആ കഥ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മിർക്കോ അവളോട് പറഞ്ഞു, ഇത് നല്ല കഥയാണ്, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കഥ ശബ്ദരൂപത്തിലാക്കിയെടുക്കാൻ നമുക്ക് വളരെ പ്രയാസകരമാണ്. കാരണം ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ വേണം. അതിനായി നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സ്വാധീനം വേണം. ഇങ്ങനെ ഇരിക്കെ സ്കൂളിന്റെ വാർഷിക ദിനം കടന്നു വരാറായി. ഹെഡ് മാസ്റ്റർ എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങളുടെ സ്കൂൾ വാർഷികം വരികയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ വരുമ്പോൾ അവർക്ക് സമർപ്പിക്കാനായി നിങ്ങൾ ഒരു നാടകം തയ്യാറാക്കണം. അതിനായി ഞാൻ കുറച്ച് കുട്ടികളുടെ പേര് വിളിക്കാം, അവർ മാത്രം ഈ നാടകത്തിൽ പങ്കെടുക്കുന്നതാണ്. ഏറെ പ്രതീക്ഷയോടെ മിർക്കോ പേര് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മിർക്കോയുടെയോ ഫെലീസിന്റെയോ അങ്ങനെ മിക്ക കുട്ടികളുടെയും പേരുകൾ വിളിച്ചിരുന്നില്ല. ഏതാനും ചില കുട്ടികളുടെ പേര് മാത്രം വിളിച്ച് ആ കുട്ടികളെയും കൊണ്ട് ഹെഡ് മാസ്റ്റർ പോയി. ഫെലീസ് തുള്ളിച്ചാടി, നമുക്ക് കളിച്ചു ചിരിച്ച് നടക്കാലോ. പക്ഷെ മിർക്കോയ്ക്ക് സങ്കടമാണ് ഉണ്ടായത്. മിർക്കോ ഫെലീസിന് വാക്കു കൊടുക്കുന്നു, അവർ ഉണ്ടാക്കിയതിന് നല്ലൊരു കലാസൃഷ്ടി നമ്മൾ ഉണ്ടാക്കും. ഇതിനോടകം ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം മിർക്കോയോട് ഒരു ചെറിയ ആരാധന തോന്നി തുടങ്ങിയിരുന്നു, വലേരിയോയ്ക്ക് ഉൾപ്പെടെ. കാരണം അവൻ അന്നുണ്ടാക്കിയ ആ ഋതുക്കളുടെ ശബ്ദരൂപം ആ കുട്ടികളെ എല്ലാം അത്രമേൽ സ്വാധീനിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളെല്ലാം മിർക്കോയുടെ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ തുടങ്ങി. ഫ്രാൻസിസയുടെ കഥ അവർ ശബ്ദരൂപത്തിലാക്കാൻ ശ്രമം തുടങ്ങുന്നു. അതിനായി അവന്റെ കൂട്ടുകാർക്കെല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവൻ തിരഞ്ഞെടുത്തു കൊടുത്തു. കുട്ടികളെല്ലാം വളരെ ആക്റ്റീവായി തന്നെ കൂടെ നിൽക്കുന്നുമുണ്ട്. അന്ന് അവരുടെ പ്രാക്ടീസിനിടെ മിർക്കോ കൂട്ടുകാരോട് പറയുന്നു, ഇന്ന് രാത്രി ആരും അറിയാതെ നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്നു, നമുക്ക് കാഴ്ചയില്ലല്ലോ, നമ്മൾ എങ്ങനെ ഒരു സിനിമ ആസ്വദിക്കും? അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, നമുക്ക് ശബ്ദത്തിലൂടെ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ അന്ന് രാത്രി സ്കൂൾ അധികൃതരെല്ലാം ഉറങ്ങിയെന്ന് ഉറപ്പു വന്നതിന് ശേഷം ഫ്രാൻസിസയുടെ സഹായത്താൽ ആ കുട്ടികളെല്ലാവരും സിനിമാശാലയിൽ ചെന്നെത്തുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന സ്ത്രീ കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾ തനിച്ചാണോ വന്നിരിക്കുന്നത്? അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ഫ്രാൻസിസ് ആ സ്ത്രീയോട് പറയുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ കൂടെയുണ്ട്, അവർ പിസ്സ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് സിനിമ ആദ്യം മുതൽ കാണേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം വരുന്നത്, ദയവായി ഞങ്ങൾക്ക് ടിക്കറ്റ് തരൂ. അവർ സന്തോഷപൂർവ്വം ആ ടിക്കറ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നു. ഒരു കോമഡി ചിത്രമാണ് കളിക്കുന്നത്. കുട്ടികളെല്ലാവരും ആ ചിത്രം ഗംഭീരമായി ആസ്വദിക്കുന്നു. എല്ലാവരും ചിരിച്ച് ആർത്തുല്ലസിച്ച് ആ സിനിമ വേണ്ടുവോളം ആസ്വദിക്കുന്നു. അങ്ങനെ കുട്ടികളെല്ലാം സിനിമ കാണലൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായി തന്നെ അവരുടെ ഹോസ്റ്റലിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രാൻസിസയുടെ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധരംഗം ആ കുട്ടികളെല്ലാം ശബ്ദരൂപത്തിലാക്കാൻ ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം അതിര് കടന്നപ്പോൾ സ്കൂളിലെ ജീവനക്കാർ ഇത് ശ്രദ്ധിക്കാൻ ഇടവരുന്നു. അവരത് ഹെഡ് മാസ്റ്ററെ അറിയിക്കുന്നു. പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ അവിടെ എത്തുകയും ഈ കുട്ടികളെ എല്ലാം കയ്യോടെ പിടിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഡോൺ ഗുലേയെ വിളിച്ചിട്ട് പറയുന്നു, ഈ മിർക്കോ ഈ സ്കൂളിൽ തുടങ്ങി അന്ന് മുതൽ ഈ കുട്ടികളെല്ലാം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം തന്നെ ഞാൻ ഇവനെ ഇവിടുന്ന് പുറത്താക്കും. ഇത് ഡോൺ ഗുലേയെ ഒരുപാട് ധർമ്മസങ്കടത്തിലാക്കുന്നു. സ്കൂളിലെ ഈ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഫ്രാൻസിസ ആരും അറിയാതെ ഇതെല്ലാം എത്തോറയോട് ചെന്ന് പറയുന്നു. എത്തോറെ തന്റെ കൂട്ടാളികളെ എല്ലാം വിളിച്ചു വരുത്തി സ്കൂളിൽ ഒരു വലിയ സമരം നടത്തുന്നു, ഹെഡ് മാസ്റ്ററെ പുറത്താക്കുക. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. രാജ്യാന്തര ചർച്ചയായി തന്നെ മാറുന്നു. ഹെഡ് മാസ്റ്റർക്ക് രാജിവെക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന അവസ്ഥയായി.
ഹെഡ്മാസ്റ്റർ പുറത്താകുമെന്ന് ഉറപ്പുവന്ന സാഹചര്യത്തിൽ ഡോൺ ഗുലൈ വാർഷിക ആഘോഷത്തിന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ നല്ല അധ്യാപകൻ ആ നല്ലവരായ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മിർക്കോ തയ്യാറാക്കിയ ആ ശബ്ദാവിഷ്കാരം ഒരു നാടക രൂപത്തിലാക്കുന്നു. എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുന്നു. അവർ അവരുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ അത് സമർപ്പിച്ചു. അത് നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കുക. Quella che vi racconteremo oggi è una storia che è accaduta molto tempo fa. Un tempo, nella contea di Awaka, viveva una principessa con i suoi 15 fratelli. La matrigna allora, tutta spettinata, li radunò tutti insieme e disse: Io non vi voglio, non siete i miei veri figli. Andatevene da questo regno e non tornate mai più. I bambini avevano freddo e fame, ma soprattutto nel bosco c'erano rumori misteriosi e tutto faceva paura. I fratelli lo prendevano in giro. Delle corde dalle finestre. E poi, se mentre fuggiamo il drago ci vede, lui ci attaccherebbe. Ma come faremo ad affrontare il drago se solo a guardarlo restiamo paralizzati dalla paura? E così, se ci bendiamo, il drago non ci farà più paura con le sue espressioni terrificanti. Oh dai, buttiamoci anche noi! Avete visto? Ci si può riuscire, allora non era impossibile. Sì, dai! E allora tutti quanti decisero di seguirli e ad uno anche loro diventarono per magia dei bianchi gabbiani. E fu così che i 15 bambini e la loro sorella andarono via lontano e non si lasciarono più per tutto il resto della loro vita! മിർക്കോ ആ വർഷം തന്നെ ബ്ലൈൻഡ് സ്കൂളിലെ പഠനം പൂർത്തിയാക്കി തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ അവൻ്റെ മാതാപിതാക്കളും കളിക്കൂട്ടുകാരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ്റെ നല്ല നാളുകൾ അവന് തിരിച്ചു കിട്ടുന്നു. ഈ ചിത്രത്തിൽ അന്ധരായിട്ട് അഭിനയിച്ച കുട്ടികളുടെ എല്ലാം പ്രകടനങ്ങൾ വളരെയധികം പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് മിർക്കോ ആയിട്ട് അഭിനയിച്ച ലൂക്ക കപ്രിയോച്ചിയുടെയും ഫെലീസ് ആയിട്ട് അഭിനയിച്ച സിമോണെ ഗുല്ലിയുടെയും. എസിയോ ബോഷോയുടെ പശ്ചാത്തല സംഗീതം ഈ സിനിമയിൽ മൊത്തത്തിലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്ളാഡൻ റാഡോവിക്കിന്റെ ഛായാഗ്രഹണ മികവും. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ഈ ചിത്രം പങ്കെടുക്കുകയും ക്രിറ്റിക്സ് അവാർഡും ജൂറി അവാർഡും ഓഡിയൻസ് അവാർഡും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഇതിന്റെ സംവിധായകനായ ക്രിസ്ത്യാനോ ബോർട്ടോൺ അർഹിക്കപ്പെടുന്നതാണ്. അത്രയ്ക്കും ഗംഭീരമായാണ് അദ്ദേഹം ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. വിന്റേജ് സൂമിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.